സിമ്പിളായി പോയി എടുക്കാവുന്ന ഒരു സാധനമാണോ ഈ TT ഇഞ്ചക്ഷൻ? ഈ ഇഞ്ചക്ഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്, എങ്ങനെ എടുക്കണം, എന്തിനെടുക്കണം, ആരൊക്കെ എടുക്കണം എന്ന് നിങ്ങൾക്കറിയാമോ? അത്യാവശ്യം നല്ലൊരു മുറിവ് പറ്റിയാലോ കാലിൽ ഒരു ആണി പൊത്തു കയറിയാലോ നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതാണ് ഒരു TT അങ്ങ് എടുത്തേക്കാം, ഇനി മുറിവ് പഴുക്കണ്ട. സത്യത്തിൽ നമുക്ക് തോന്നുമ്പോഴൊക്കെ സിമ്പിളായി പോയി എടുക്കാവുന്ന ഒരു സാധനമാണോ ഈ TT ഇഞ്ചക്ഷൻ? എത്നിക് ഹെൽത്ത് കോഡ് നിങ്ങൾക്കായി വിശദീകരിക്കുന്നു. എന്താണ് ഈ TT ഇഞ്ചക്ഷൻ? ടെറ്റനസ് എന്ന അസുഖം വരാതിരിക്കാൻ. അതിപ്പോ എന്താണ് ഈ ടെറ്റനസ് എന്ന അസുഖം? ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു തരം ടോക്സിൻ മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ടെറ്റനസ്. മാംസപേശികൾ പെട്ടെന്ന് വലിഞ്ഞു മുറുകുകയും അതിനോടൊപ്പം തീവ്രമായ വേദന ഉണ്ടാകുന്ന രോഗാവസ്ഥയാണിത്. ശരീരത്തിൽ ഉണ്ടാവുന്ന മുറിവിൽ മണ്ണോ മറ്റു അഴുക്കുകളോ കയറുമ്പോൾ അവയ്ക്കൊപ്പം രോഗാണുവിന്റെ സ്പോർ കയറുകയും രോഗം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രോഗം മുറിവിൽ പഴുപ്പുണ്ടാക്കുന്ന രോഗമല്ല. അതുകൊണ്ട് തന്നെ TT ഇഞ്ചക്ഷൻ എടുത്താൽ മുറിവ് പഴുക്കില്ല എന്നൊന്നും ഇല്ലെന്ന് സാരം. ഈ TT ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് എപ്പോഴാ? നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഭാഗമായി DTP ഇഞ്ചക്ഷനായി 3 ഡോസും തുടർന്ന് 5-ാമത്തെ വയസ്സിൽ ബൂസ്റ്ററായും 10ഉം 15ഉം വയസ്സിൽ TT ആയും കുട്ടികൾക്ക് ഈ വാക്സിൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞെടുക്കേണ്ടതില്ലേ? അതാണ് ചോദ്യം. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. 1. നിങ്ങൾ ഇത്തരത്തിൽ പൂർണ്ണമായ കുത്തിവയ്പ് എടുത്തവരാണെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് ഏതു തരത്തിലുള്ള മുറിവാണെങ്കിലും നിങ്ങൾ ഇനി ഒരു ഇഞ്ചക്ഷനും എടുക്കേണ്ടതില്ല. 2. നിങ്ങൾ അവസാന കുത്തിവയ്പ് എടുത്ത് 5 വർഷത്തിന് മുകളിലും 10 വർഷത്തിന് ഉള്ളിലുമാണെങ്കിൽ ഒരേ ഒരു TT ഇഞ്ചക്ഷൻ എടുത്താൽ മതി. 3. ഇനി നിങ്ങൾ കുത്തിവയ്പ് എടുത്തിട്ട് 10 വർഷം മുകളിലായെങ്കിലോ നിങ്ങൾക്ക് പറ്റിയ വൃത്തത്തിലുള്ള ചെറിയ മുറിവാണെങ്കിലോ മുറിവ് പറ്റി 6 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരേ ഒരു TT ഇഞ്ചക്ഷൻ എടുത്താൽ മതിയാകും. എന്നാൽ മുറിവ് വലുതാണെങ്കിലോ വൃത്തിഹീനമായ മുറിവാണെങ്കിലോ 6 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ ആശുപത്രിയിൽ എത്തുന്നതെങ്കിലോ നിങ്ങൾക്ക് TT ഇഞ്ചക്ഷനോടൊപ്പം ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന ഇഞ്ചക്ഷൻ കൂടി എടുക്കേണ്ടി വരും. 4. നിങ്ങൾ ഇതുവരെ ഒരു TT ഇഞ്ചക്ഷനും എടുത്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ചെറിയ മുറിവാണെങ്കിൽ പൂർണ്ണമായും ഒരു കോഴ്സ് ടോക്സോയിഡ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അതായത് മുറിവ് പറ്റി ഉടൻ ഒരു ഇഞ്ചക്ഷൻ, 2 മാസത്തിനുള്ളിൽ ഒരു ഇഞ്ചക്ഷൻ കൂടി, കൂടാതെ 1 വർഷം കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റർ ഇഞ്ചക്ഷൻ കൂടെ എടുക്കണം. വൃത്തിഹീനമായ വലിയ മുറിവാണെങ്കിൽ ഇവയ്ക്ക് പുറമെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടി എടുക്കേണ്ടി വരും. 6 മാസം കൂടുമ്പോൾ TT ഇഞ്ചക്ഷൻ എടുക്കേണ്ടതില്ല. ഇനി അങ്ങനെ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. കൂടാതെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് മൂലം ലഭിക്കേണ്ട രോഗപ്രതിരോധ ശക്തി കുറയാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ഈ കുത്തുകൊള്ളുന്ന അത്ര നല്ലതല്ല എന്ന് ചുരുക്കം. അപ്പോൾ ഈ ഗർഭിണികളെ എന്തിനാ കുത്തിവെക്കുന്നത്? അത് അമ്മയ്ക്കുപരി കുട്ടിക്ക് വരാൻ സാധ്യതയുള്ള നിയോനേറ്റൽ ടെറ്റനസ് എന്ന രോഗത്തെ പ്രതിരോധിക്കാനാണ്. 16 ആഴ്ച കഴിഞ്ഞ അമ്മമാർക്ക് 2 മാസത്തിനിടയിൽ 2 കുത്തിവയ്പ്പുകൾ എടുക്കണം. പൂർണ്ണമായി കുത്തിവയ്പ്പ് എടുക്കാത്ത അമ്മയ്ക്ക് ഒരു കുത്തിവയ്പ് എടുത്താൽ മതിയാകും. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മുറിവുകൾ പറ്റിയാൽ TT എടുത്തിരിക്കണം എന്ന്, 6 മാസം കൂടുമ്പോൾ TT എടുക്കണം എന്ന്. എന്നാൽ ഈ തെറ്റിദ്ധാരണ മാറുന്നതിന് എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.